ചങ്ങായിമാരെ എല്ലാവർക്കും സുഖമല്ലേ? എന്നോട് കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്, നിനക്ക് ഇസ്രായേലിന്റെ ഇറാന്റെ യുദ്ധത്തിനെ കുറിച്ചല്ലാണ്ട് വേറെ ഒന്നിനെ കുറിച്ചും പറയാനില്ലേ? എനിക്ക് അവരോട്, ആ കുരുകുട്ടിയോട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. ഇപ്പം ലോക ജനത, ലോകത്തുള്ള എല്ലാ സാധാരണക്കാരും ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം തന്നെയാണ്. ഈ യുദ്ധം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിലെ അടക്കമുള്ള സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് വിലക്കയറ്റമായാലും പല രൂപത്തിലും ഓരോ സാധാരണക്കാരനെയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം തന്നെയാണ്. അല്ലാണ്ട് ഇന്ത്യയിലെയും കേരളത്തിലെയും സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയം യൂട്യൂബേഴ്സിന്റെ വീട്ടിൽ എന്ത് നടക്കുന്നു, യൂട്യൂബേഴ്സിന്റെ അച്ഛനും അമ്മയായിട്ട് യൂട്യൂബർ പണങ്ങിയോ, അല്ലെങ്കിൽ ബിഗ് ബോസിൽ നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാൻ പോവോ, അല്ല ആറാട്ടെണ്ണനാണോ പോകുന്നത്, ലിൻജോസ് പേരേരെ കയറി പറ്റുമോ ബിഗ് ബോസിൽ? ഇതൊന്നും ഒരു സാധാരണക്കാരനാണ്, വിവരമുള്ള സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധവും ആ യുദ്ധം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക സാധാരണക്കാരനാണെന്ന് ബോധമുള്ള ഒരു സാധാരണക്കാരൻ എന്നോട് ആ ചോദ്യം ചോദിക്കൂല. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ മുൻ അംബാസിഡറും ഒരുപാട് രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ആളുമായ ലോക പരിചയമുള്ള ഒരു ആളാണ് ഭദ്രകുമാർ സാറ്. ഈ ഭദ്രകുമാർ സാറ് ഇസ്രായേലും ഇറാനിയും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇന്നലെ ഏഷ്യാനെറ്റ് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് കേൾക്കാം. അതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഏഷ്യാനെറ്റിന്റെ ആങ്കർ വിനു വി ജോൺ എത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഈ ഭദ്രകുമാർ സാറ് സംസാരിക്കുന്നത് കേൾക്കുന്നത് നോക്കണേ. കാരണം ഇത്രയും കാലം അവിടെ വന്നിട്ട് കുറെ വേട്ടാവളിയന്മാർ ഇസ്രായേലിനെ ഇങ്ങനെ പറയുന്നുണ്ട്, ലോകത്തില്ലാത്ത പൊക്കളെ അടക്കം പറഞ്ഞിട്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് അടക്കാം. ഈ ലോകം മുഴുവനും പ്രചരിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇവര് രണ്ട് കൊമ്പുള്ള മുയലാണെന്നാണ് ഇസ്രായേൽ. ഈ യുദ്ധത്തോടു കൂടി ആദ്യമായിട്ടാണ് അവർ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം രാജ്യവുമായിട്ട് ഇടയുന്നത്. ഒരു യുദ്ധത്തിന്റെ ഇതിൽ ഒരു സ്റ്റാൻഡിംഗ് ആർമിയുള്ള, ഒരു മിലിറ്ററി കേപ്പബിലിറ്റി ഉള്ള ഒരു മുസ്ലിം രാജ്യവുമായിട്ട് അവരിടയുന്നത് ആദ്യമായിട്ടാണ് അവരുടെ എക്സിസ്റ്റൻസിൽ. നാസറോ അസാദോ പോലെ, അൻവർ സദാത്ത് പോലെയുള്ള ആളുകളല്ല ഈ ഇറാനിയൻസ് എന്ന് പറയുന്ന അവരുടെ മിലിറ്ററി കേപ്പബിലിറ്റി. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്യുകയാണെന്ന് ഇസ്രയേലിന്റെ ലിമിറ്റേഷൻസ്. 5-10 മില്യൺ ആളുകളുള്ള ജനതയുള്ള ഒരു രാജ്യമാണ്. അവർ ഇപ്പോൾ തന്നെയും ഈ 2-3 വർഷമായിട്ടുള്ള മിലിറ്ററി എൻഗേജ്മെന്റ്സ് കാരണം വളരെ എക്സോസ്റ്റഡ് ആണ് അവരുടെ മിലിറ്ററിക്കകത്ത് തന്നെയും വലിയൊരു ചിന്താഗതിയുണ്ട്. ഇദ്ദേഹം കാട് കയറി പോവുകയാണ്, ഇദ്ദേഹത്തിന്റെ കൂടെ എങ്ങനെ പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ. അവിടെയും വലിയ പൊളിറ്റിക്കൽ ഓപ്പോസിഷൻ ഉണ്ട്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു ഇറാന്റെ സ്ഥിതി എന്താണെന്ന്. അതിൽ നിന്നും ഭയങ്കരമാണ് അവിടെ. രണ്ട് കൊമ്പുള്ള ഇസ്രായേൽ, രണ്ട് കൊമ്പല്ല, കേരളത്തിലെ കുറെ സംഖ്യകൾ വിചാരം ഇസ്രായേലിന് 10 കൊമ്പുണ്ടെന്നാണ്. സാറ് പറഞ്ഞു നമ്മളെ ചാണകങ്ങളെ തലയിൽ കയറില്ല. ചാണകങ്ങളെ തലയിൽ വിസർജനം ടിവിയിലും കർമ്മയിലും പറഞ്ഞ പച്ചക്കള്ളില്ലേ, ആ പച്ചക്കള്ള് ഇങ്ങനെ നിലം തൊടാണ്ട് വിഴുങ്ങാൻ വേണ്ടിട്ട് ഈ കേരളത്തിലെ ചാണകം കാവും. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഭദ്രകുമാർ സാറ് പറഞ്ഞത്? വിനു വിജോൺ എത്ര ശ്രദ്ധയോടുകൂടിയാ കേൾക്കുന്നത്. വിനു വിജോൺ ഇത്ര കാലം കേട്ടത് നമ്മളെ ചാണകപ്പണിക്കറും കുറെ സംഗിണി തള്ളച്ചികളും വന്നിട്ട് ഇങ്ങനെ ഇസ്രായേലിനെ പറ്റി തള്ളുന്നത് മാത്രമല്ലേ കേട്ടുള്ളൂ. ഒരു വിവരമുള്ള മനുഷ്യൻ കൃത്യമായിട്ട് ഇസ്രായേൽ എന്താണ്, ഇസ്രായേൽ ഒന്നും അല്ലാന്ന് കൃത്യമായിട്ട് വിനു വിജോണിന് മനസ്സിലാക്കി കൊടുക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ സംഘികൾ പറയുന്ന കാര്യമാണ് ഇറാൻ ഇസ്രായേലിലെ ആശുപത്രികൾ ആക്രമിച്ചത് തെറ്റന്നെയാണ്. ഒരാശുപത്രിയും ഒരാളും ആക്രമിക്കാൻ പാടില്ല. പക്ഷെ സംഘികളെ ഈ ഇസ്രായേൽ പാലസ്തീനിലും ഇറാനിലെയും എത്രമാത്രം ആശുപത്രികളും ആരോഗ്യ പ്രവർത്തകരെയും കൊന്നിട്ടും തകർത്തിട്ടുമുണ്ട്. ഇറാനിലെ വിട്, പാലസ്തീനിൽ എത്രമാത്രം കുഞ്ഞുങ്ങളെ അടക്കം ആശുപത്രികളടക്കം നാണവും മാനവില്ലാണ്ട് ഇവർ ആക്രമിച്ചിട്ടില്ലോടൂ. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്തടക്കം ഈ ഇസ്രായേൽ പാലസ്തീനിൽ ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന പാവങ്ങളുടെ നേരെ ബോംബിട്ട് കൊല്ലുന്നില്ലടോ ചാണക സംഘികളെ. നിങ്ങൾ അതൊന്നും കേൾക്കൂല ചാണകങ്ങൾ. ഇങ്ങനെ കൈനീടിയ സമയം നിങ്ങൾക്ക് ഇങ്ങനെ വർഗീയത കണ്ണിലും തലയിലും മുഖത്തും ശരീരം മൊത്തം ഇങ്ങനെ തേച്ച് നടക്കാനല്ലേ അറിയൂ. നമുക്കെന്തായാലും ഇസ്രായേലിന്റെ ആശുപത്രി ആക്രമണങ്ങളെ കുറിച്ച് മാതൃഭൂമിയിൽ അഭിലാഷ് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. ആ ക്ലാസ് നമുക്ക് കേട്ടിവിടാം. സംഘികളെ നിങ്ങളും കൂടി വന്നോ. ഇസ്രയേൽ ലോകത്തോട് പറയുന്നു, ഇറാൻ ബീർഷബയിലെ ഞങ്ങളുടെ ആശുപത്രി ആക്രമിച്ചു, നോക്കൂ ഇതൊരു യുദ്ധ കുറ്റകൃത്യമാണ് എന്ന്. ശരിയാണ്, ആശുപത്രി ആക്രമിക്കുന്നത് യുദ്ധ കുറ്റകൃത്യമാണ്. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹുവിന് കണ്ണാടി നോക്കി അത് പറയാൻ പറ്റുമോ എന്നൊരു പ്രശ്നമുണ്ട്. ഒക്ടോബർ 7 ശേഷം 697 തവണയാണ് ഗാസയിലെ ഹെൽത്ത് ഫെസിലിറ്റീസിനെ വീണ്ടും വളരെ പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ ശിശു പരിചരണ വിഭാഗം, നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗം വരെ ഗാസയിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഇസ്രായേലാണ് ഞങ്ങളുടെ ആശുപത്രി തകർത്തത് മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റകൃത്യമാണ് എന്ന് പറയുന്നത്. ഏത് തരത്തിലുള്ള ഇതുപോലെയുള്ള സിവിലിയൻ ടാർഗറ്റുകൾ ലക്ഷ്യം വെക്കുന്നതും മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റമാണ്. അത് സ്വന്തം തടിക്ക് കൊള്ളുമ്പോൾ മാത്രം ഓർക്കേണ്ട കാര്യമല്ല. അത്രയോ ഉള്ളു സംഘികളെ. കിട്ടുമ്പോൾ അയ്യോ അയ്യോ എന്ന് മോങ്ങരുത്. ആ മോങ്ങലാണ് ഇപ്പൊ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇസ്രായേൽ ഇന്ത്യന്റെ ഭയങ്കര ബ്രണ്ടാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ചാണകങ്ങളോട് ഇസ്രായേൽ അല്ല ഇന്ത്യന്റെ ബ്രണ്ട്,
ഇന്ത്യന്റെ എക്കാലത്തെയും അടുത്ത ഫ്രണ്ട്, അടുത്ത സുഹൃത്ത് ഇറാനാണ്. ഇസ്രായേലിന്റെ വക കുറെ തള്ളല് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ സംഖ്യകളെ. ഇറാന്റെ ഭാഗത്തു നിന്നാണ് ഇന്ത്യക്ക് ഒരുപാട് സഹായം കിട്ടുന്നത്. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ചരിത്രം അറിയണം, വിവരം വേണം, ലോക വിവരം വേണം നിങ്ങൾക്ക്. ഇസ്രായേൽ പിന്നെ ചെയ്യുന്നത് കുറെ യുദ്ധ ഉപകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനെല്ലാം ലോകത്തില്ലാത്ത പൈസ അടക്കം വാങ്ങുന്നുണ്ട് ഇസ്രായേൽ. അല്ലാണ്ട് വെറുതെ ഒന്നല്ല ഇന്ത്യക്ക് അവരിത് കൊടുക്കുന്നത് ചാണകങ്ങളെ. എന്തായാലും സംഖ്യക്ക് ചരിത്രം ഇഷ്ടമല്ല, ചരിത്രം മാറ്റി എഴുതാനാണ് അവർക്ക് താല്പര്യം. എന്തായാലും ഇന്ത്യയുടെയും ഇറാന്റെയും ചരിത്രം അഭിലാഷ് പറഞ്ഞിരുന്നത് നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം. വാ. അമേരിക്കയും ഇസ്രായേലും ഇറാനും ഇൻവോൾവ് ചെയ്തൊരു വാർ, ഫുൾ ഫ്ലഡ്ജഡ് ആയ ഒരു വാറിലേക്ക് വന്നാൽ ഇന്ത്യയുടെ ഒരു നിലപാട് അതിൽ ഏത് തരത്തിലായിരിക്കും? ഇന്ത്യയുടെ പരമ്പരാഗത നിലപാട് ഇറാനൊപ്പമാണ്. കാരണം ഇറാൻ ഇന്ത്യയുടെ വ്യാപാര പങ്കാളിയാണ്. ഇപ്പോഴും ചബ്ഹാർ പോർട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, നോക്കൂ, ഇസ്രായേൽ, നമ്മൾ ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന്റെ ചരിത്രത്തിൽ 1948 ഇസ്രായേൽ അംഗീകൃതമായപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേൽ രാഷ്ട്ര രൂപീകരണത്തിനെതിരെ ആകെ 13 രാഷ്ട്രങ്ങളെ എതിർപ്പറിയിച്ചിട്ടുള്ളൂ. ആ 13 രാഷ്ട്രങ്ങളിൽ ഒന്ന് ജനിച്ച് മാസങ്ങൾ മാത്രമായിട്ടുള്ള ഇന്ത്യയാണ് എന്ന് ആലോചിക്കണം. ബാക്കിയുള്ളത് അറബ് രാഷ്ട്രങ്ങളുമാണ്. ഇന്ത്യയും യൂഗോസ്ലോവിയയുമാണ് ഈ അറബ് വേൾഡിന് പുറത്ത് ഇസ്രായേൽ രാഷ്ട്ര രൂപീകരണത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള രാജ്യം. അതേസമയമോ പലസ്തീൻ രൂപീകരിച്ചതിന് ശേഷം പലസ്തീനെ അംഗീകരിച്ച ആദ്യത്തെ നോൺ അറബ് കൺട്രി ഇന്ത്യയാണ്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള പൂർണ്ണ നയതന്ത്ര ബന്ധം വരുന്നത് 1992 മാത്രമാണ്. അത്രയും കാലം ഇസ്രായേലുമായി ഭാഗിക നയതന്ത്ര ബന്ധം മാത്രമേ ഇന്ത്യക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഇസ്രായേൽ ഇൻവോൾവ് ആയിരിക്കുന്ന കോൺഫ്ലിക്റ്റുകളിൽ എപ്പോഴും ഇന്ത്യയുടെ നിലപാട് പ്രോ പലസ്തീനാണ്. ശരിയാണ്, ഇപ്പോൾ ചെറിയ ചെറിയ പ്രിഫറൻസുകളിൽ മാറ്റമുണ്ടെങ്കിൽ പോലും സമ്പൂർണ്ണമായി ഇന്ത്യൻ ഫോറിൻ പോളിസി എന്നുള്ളത് തലകീഴായി മറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇറാൻ ഇന്ത്യയെ സംബന്ധിച്ച് തന്ത്രപ്രധാന വ്യാപാര പങ്കാളിയാണ്. ഈ ചരിത്രം സംഖ്യകളെ മനസ്സിലാക്കി കൊടുക്കാൻ നോക്കുന്ന എന്നെ വേണം ചീത്ത പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്ത് ഇറാനാണ് സംഖ്യകളെ. അത് കൂടാണ്ട് പാലസ്തീനുമായിട്ട് ഏറ്റവും കൂടുതൽ നല്ല ബന്ധം ഇന്ത്യക്ക് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ അടിമ ചാണക സംഖ്യകളല്ലാണ്ട് ഇവരെ നേതാക്കന്മാർ ആരെങ്കിലും പാലസ്തീനെയോ ഇറാനെയോ കുറ്റപ്പെടുത്തിയിട്ടോ അവരെ വെറുക്കണമെന്നോ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്? കേൾക്കൂല. അങ്ങനെ പറയാൻ അവരെ കൊണ്ട് പറ്റൂല. ഈ ചാണകങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒറ്റൊരു കാരണം ഇസ്രായേൽ ആക്രമിക്കുന്നതിന്റെ അപ്പുറത്തൊരു മുസ്ലിം രാജ്യമാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ അന്ധമായ മുസ്ലിം വിരോധം ഇങ്ങനെ തലക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഭ്രാന്തായിട്ട് ഒരു മനുഷ്യനല്ലാണ്ടായി തീരുന്ന കേരളത്തിലെ ചാണക സംഖ്യകൾ. അതുകൊണ്ടാണല്ലോ സഹായിക്കുന്നവനെ ശത്രുവായിട്ടും ഒരിക്കലും സഹായിക്കാതെ തള്ളിക്കൊണ്ടിരിക്കുന്നവനെ മിത്രമായിട്ടും ഈ ചാണകങ്ങൾ കാണുന്നത്. അപ്പൊ സംഘികളെ ചരിത്രം പഠിപ്പിക്കാന്നുള്ള മോഹവും അവരെ മനുഷ്യനാക്കാമെന്നുള്ള മോഹവും ഞാനിവിടെ ഉപേക്ഷിച്ചുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ സുലാൻ.